ശ്രീ സജീവൻ, ഈ കേരള രാഷ്ട്രീയത്തിൽ സമഗ്രമായൊരു മാറ്റം വരുത്തും, ഞങ്ങളുടെ നയം വേറെയാണ്, ഞങ്ങളുടെ മുഖം വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറിയത്. ഇപ്പൊ നോക്കൂ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസിനെയും UDF-നെയും ഈ തവണ അധികാരത്തിലേറ്റുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു വിഷയമായിരുന്നു. തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വിമർശിച്ചില്ല എന്ന് മാത്രമല്ല, പുകഴ്ത്തുക കൂടി ചെയ്യുകയും ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനെ കടുത്ത ഭാഷയിൽ തന്നെ കണ്ടു രാഷ്ട്രീയ കേരളം എന്നതിന്റെ കൂടി വിധിയെഴുത്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് എല്ലാവരുടെയും തന്നെ അഭിപ്രായം എന്ന് തോന്നുന്നു. ആ അഭിപ്രായത്തിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിമർശിക്കേണ്ടതുണ്ട്, കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടതുണ്ട് എന്ന തീരുമാനം പാർട്ടി എടുക്കുകയും P. ജയരാജനും പാർട്ടി സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇത് അവനവന്റെ റോളിൽ എത്തുമ്പോൾ നിലപാടിൽ യൂടേൺ അടിക്കുക, അതായത് പ്രതിപക്ഷത്തേക്ക് എത്തുന്ന സമയത്ത് ഒരു പൊളിച്ചെഴുത്ത് CPM-നും ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ഒരു പൊളിച്ചെഴുത്ത് കോൺഗ്രസിനും ഇത്രയും കാലം സ്വീകരിച്ച കാര്യങ്ങളിൽ വരികയാണോ? അത് ദൃശ്യമാണോ? തീർച്ചയായും. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്വരം, ഭരണപക്ഷത്തെത്തുമ്പോൾ മറ്റൊരു സ്വരം. അത് തിരിച്ചും പറയാം. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു സ്വരം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു സ്വരം. ഇതാണിപ്പോൾ നമ്മൾ പച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലരും ഇപ്പോൾ വളരെ സങ്കടകരമായൊരു അവസ്ഥയാണ്. ഇതിനൊക്കെ ന്യായീകരിക്കുമ്പോൾ നമ്മൾ എന്ത് അർത്ഥത്തിലാണ് ന്യായീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ UDF-ൻ്റെ കാര്യത്തിലാണെങ്കിലും LDF-ൻ്റെ കാര്യത്തിലാണെങ്കിലും പറയാം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം ഒരു കാലത്ത് അതിരൂക്ഷമായിട്ട്, അതായത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPM-നെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. കേരളം മുഴുവൻ നടന്ന് CPM-നെ വിമർശിച്ചിരുന്നു. അന്ന് സത്യത്തിൽ പ്രതികരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അന്ന് സത്യത്തിൽ പിണറായിയുടെ ഒരു ശക്തമായ പ്രതികരണം ഉണ്ടായിരുന്നത് എൻ്റെ ഒരു പുസ്തകം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ എഴുതിയ, ഈ വെള്ളാപ്പള്ളിയെപ്പോലുള്ള ആളുകളൊക്കെ ശ്രീനാരായണ ഗുരുവിനെ വിറ്റ് തിന്നതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം, അത് മുതലാണ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഭരണത്തിലെത്തിയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും എവിടെയും എത്താതെ നിൽക്കുകയാണ്. അതിനിടയിൽ വെള്ളാപ്പള്ളി സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, സർക്കാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഇത് വളരെ തെറ്റായ കാര്യം. ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്തത് ന്യായീകരിച്ചിടത്താണ് ഏറ്റവും വലിയ പ്രശ്നം. മഞ്ചേരിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അവിടെ എന്തായിരുന്നു? മഞ്ചേരിയിൽ വളരെ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമൂഹ്യ സംഘടനാ നേതാവോ പറയാൻ പാടില്ലാത്ത അത്രയും മോശമായ വർഗീയ പരാമർശങ്ങളാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത്. എന്നിട്ട് അപ്പോഴൊന്നും അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളതിൽ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറേ വിമർശനം വന്നപ്പോൾ ഞാൻ മുസ്ലിം ലീഗിനെതിരെയാണെന്ന് പറഞ്ഞു. ഈ നിലപാടിനെ അന്ന് തള്ളിപ്പറയാതിരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ പരാജയത്തിന്, LDF-ന് ഉണ്ടായ പരാജയത്തിൽ ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞാനിപ്പോഴും മാധു പറഞ്ഞതുകൊണ്ട് ശക്തമായിട്ട് ഇവരാരും പ്രതികരിച്ചിട്ടില്ല. ശക്തമായി പ്രതികരിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ പച്ചയായി തള്ളിപ്പറയാൻ തയ്യാറാവണം. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ വർഗീയമായിട്ടുള്ള അവസ്ഥ, രണ്ട് തോണിയിൽ കാല് വെച്ച് പോകുന്ന വേറെ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? അദ്ദേഹത്തിന് NDA-യുടെ ഭാഗമാകും, ഇപ്പുറത്ത് LDF-ൻ്റെ ഭാഗമാകും. ഇപ്പോൾ ഇങ്ങനെ ഈ രീതി, അതും കഴിഞ്ഞിട്ടിപ്പോൾ UDF-ലെ മന്ത്രിമാരെ വരെ അനുഗ്രഹിച്ചു വിടാൻ, അതിനേക്കാൾ വലിയൊരു UDF-ൻ്റെ ഗതികേടാണ്. ഈ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായി പറഞ്ഞ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടിയുടെ പല മന്ത്രിമാരും വെള്ളാപ്പള്ളിയുടെ മുമ്പാകെ പോയിട്ട് താണ് വണങ്ങി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമാണല്ലോ, കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ ഈ കണ്ടത്. അപ്പോൾ ഇതാണൊരവസ്ഥ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യം എങ്ങനെയൊക്കെ UDF-കാർ വിഴുങ്ങുന്നു, കോൺഗ്രസ്സുകാർ വിഴുങ്ങുന്നു എന്നുള്ളതാണ്. 1000 ചാക്ക് പഞ്ചസാര എന്ന് കടലാസിൽ എഴുതാൻ എളുപ്പമാണ്, പക്ഷെ അത് നക്കിയാൽ മധുരം ഉണ്ടാവില്ല എന്ന് ഇപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ നേരത്തെ ഇപ്പം ശ്രീകുമാർ പറഞ്ഞല്ലോ, അവിടെ DYFI-കാർ പത്രക്കാരുടെ മറ പറ്റിപ്പോയെന്ന്, കൊടി എന്നാണ് ബാനറിന് പിറകെ പോയെന്നൊക്കെ. എങ്ങനെയാണ്? ഞാനും ഈ അക്രഡിറ്റേഷനുമായിട്ട് ഈ സെക്രട്ടേറിയറ്റിൽ പലതവണ പോയില്ല. എൻ്റെ പാസ് കാണിച്ചാൽ എന്നെ അല്ലാതെ എൻ്റെ ഒപ്പമുള്ള ഒരാളെയും ഇതുവരെ കടത്തിവിട്ടില്ല. അങ്ങനെ കടത്തിവിടുന്ന ചരിത്രവും ഇല്ല. അപ്പോൾ അതിൽ DYFI-കാർ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി എന്ന ആളുകളുടെ കുഴപ്പമാണ്, അല്ലാതെ പത്രക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിയന്ത്രണം ഇപ്പോഴെന്തിന്? നേരത്തെ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ പറയിപ്പിച്ചതെല്ലാം ഇപ്പം തിരിച്ച്. ഇപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറയാനുള്ളത്, ഇത് ഇപ്പോഴത്തെ ഇവരുടെ ബോഡി ലാംഗ്വേജ്,
ആ ബോഡി ലാംഗ്വേജ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞങ്ങളുടെ ഇഷ്ടം, മാധുവിനോട് ഇപ്പോൾ പറഞ്ഞെന്താണ്, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പലതും ചെയ്യും, നിങ്ങളോട് ചോദിക്കേണ്ട എന്ന് പറയുന്ന ഇത് തന്നെയാണ് കടക്ക് പുറത്ത്. ആ വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അത് കടക്ക് പുറത്ത് തന്നെയാണ്. അവരെ ചോദ്യത്തിന് മറുപടി പറയില്ല. അത് ന്യായീകരിക്കുമെന്ന് വിചാരിച്ചിട്ടോ അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ അല്ല. ഇത് ഉറക്കെ പറയും, പ്രൊവോക്ഡ് ആകുന്ന സമയത്ത് ഇത് ഉറക്കെ പറയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ നയവ്യതിയാനമില്ല എന്ന് നാട്ടുകാർക്ക് പച്ചയ്ക്ക് മനസ്സിലാക്കാമല്ലോ. തീർച്ചയായിട്ടും അത് പറഞ്ഞാൽ ശരി. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവമായിട്ടെങ്കിലും പ്രതികരിക്കണം. കാരണം അതിന് ഇപ്പം ശ്രീകുമാരൊക്കെ പറയുന്ന പോലെ അവിടെ ഇവിടെയും തൊടാത്ത രൂപത്തിലൊക്കെ പ്രതികരിക്കാം. അതല്ലാത്ത രൂപത്തിൽ നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളിൽ ഉണ്ടാവുന്നത്? ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക, മാധ്യമപ്രവർത്തകർ പിന്നെ അവരെ കാണാതിരിക്കുക, അവരുടെ ചോദ്യങ്ങൾ അവഗണിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രശ്നം. ചോദ്യം ചോദിക്കും, അപ്പോൾ ഉത്തരം പറഞ്ഞേ തീരൂ എന്നാരും പറയുന്നില്ല. നിങ്ങൾ പറയണമെന്നില്ല, നോ കമൻസ് നിങ്ങൾ പറഞ്ഞ് പോവാമല്ലോ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. മാധു പറഞ്ഞ പോലെ ഇതൊക്കെ കാണുന്ന ആളുകൾ വിഡ്ഢികളാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരു ദയനീയാവസ്ഥ, അത് ഒരുപക്ഷെ ഇവർ വളരെ കൃത്യമായി 5 കൊല്ലത്തേക്ക് ഇനി നിങ്ങളാരും ഞങ്ങളെ തൊടില്ലല്ലോ എന്നാണ് വിചാരം എങ്കിൽ അത് ഒന്നും പറയാനില്ല. കാരണം ഇത് ജനത്തിൻ്റെ ഒരു കഷ്ടപ്പാട് ഇത് തന്നെയാണ്. കാരണം അധികാരത്തിലേറ്റിയാൽ മറ്റവരോടുള്ള വിരോധം, ഇതുവരെ ഭരിച്ചവരോടുള്ള വിരോധം കൊണ്ട് അധികാരത്തിലേറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളല്ല ഞങ്ങളാണ്, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയും. ഇതുവരെ പറഞ്ഞതെല്ലാം എവിടെ? ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ PMCയുടെ കാര്യത്തിൽ ഇപ്പം എന്തായി? ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തേക്ക് പോയവർ അതിനേക്കാൾ മറ്റൊരു തീരുമാനമെടുക്കും. കാരണം ഒപ്പിട്ട ആളുകളാണല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ LDF എന്നോ UDF എന്നോ പറയുന്നില്ല. ഇതാണ് സത്യത്തിൽ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തരുത് എന്ന് അപേക്ഷിക്കാൻ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. ശരി. Debate with Madhu Saji.